ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുമ്പോൾ തൊട്ട് തന്നെ ഒരു അമ്മയുടെ ആഗ്രഹമായിരിക്കും കുഞ്ഞ് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കും, നല്ല നിറമുള്ള ഒരു കുഞ്ഞും ആയിരിക്കണം എന്നുള്ളത് ഒരു അമ്മയുടെ ആഗ്രഹമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം വെക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി നിങ്ങൾ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഓൾറെഡി 2 എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നതും. രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. മൂത്ത മകളെ നാട്ടിലാണ് പ്രസവിച്ചത്, രണ്ടാമത്തെ മകളെ ജമ്മുവിലും കൂടിയാണ്. രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള കൾച്ചറുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. ആ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ടും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നതിന് ഒരു മടിയും തന്നെ ഇല്ല. കാരണം എന്റെ ലൈഫിൽ എന്റെ മൂത്ത മകളെ ജനിച്ച സമയത്ത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു കുഞ്ഞായിരുന്നു. വെറും 1,900 മാത്രമേ ഉള്ളായിരുന്നു എന്റെ മൂത്ത മകളുടെ വെയിറ്റ് എന്ന് പറയുന്നതിന്. ഉടുപ്പ് മാത്രം അവിടെ ബോഡി ഫുള്ളായിട്ട് ഇടാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഇരുനിറമായിരുന്നു എന്റെ മൂത്ത മകളുടെ നിറം. അങ്ങനെ ആയപ്പോൾ എന്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ കുഞ്ഞിന് എന്താ നിറം മങ്ങിപ്പോയത് അങ്ങനെ. പക്ഷെ അന്നേരം തന്നെ ഞാനൊരു വിഷമിച്ചതുമില്ല. കുഞ്ഞിനെ ഡോക്ടേഴ്സ് പറഞ്ഞു അധികം ഒന്നും ആരോടും ടച്ച് ചെയ്യാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം കുഞ്ഞ് വെയിറ്റ് ലോസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ കുഞ്ഞിനെ കുറച്ച് കെയർ ചെയ്യണം എന്നും പറഞ്ഞത് കൊണ്ട് തന്നെ കുളിപ്പിക്കുന്നതിനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുഞ്ഞിനെ കുളിപ്പിച്ചതൊക്കെ. കുളിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് കുഞ്ഞിനെ ഇതുപോലെ ഒരു ആന്റി പറഞ്ഞു തന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ തേങ്ങാപ്പാലിന്റെ നീര് എന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. കാരണം നമ്മൾ വെളിച്ചെണ്ണ തേക്കാറുണ്ടല്ലോ, ഡയറക്റ്റ് തേങ്ങാപ്പാലിൽ നിന്നുള്ള ആ നീര് തേക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കും. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അതുതന്നെ നല്ലൊരു നിറം കുഞ്ഞുങ്ങൾക്ക് വീണ്ടെടുക്കുന്നതിനായിട്ട് സഹായിക്കും. കുഞ്ഞിനെ ഞങ്ങൾ കുറച്ച് 3 മാസം വരെയും തേങ്ങാപ്പാലിനകത്താണ് കുളിപ്പിച്ചത്. പിന്നെ തേങ്ങാപ്പാൽ കുളിപ്പിച്ച് കുഞ്ഞ് കിടക്കുന്നതനുസരിച്ചിട്ട് കുഞ്ഞിന്റെ ശരീരത്തിലെ ത്വക്കുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും കുഞ്ഞിന് ജീവിതകാലം മൊത്തം ആ ഒരു നല്ലൊരു നിറം വീണ്ടെടുക്കാനായിട്ടും കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതും കൂടിയാണ്. അടുത്തതായിട്ട് ഞാൻ 3 മാസം കഴിഞ്ഞതിന് ശേഷം എന്റെ മകൾക്ക് ചെറിയ രീതിയിൽ കഫക്കെട്ടിന്റെ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവുകയെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അറിയാമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ കുളിപ്പിച്ചതിന് ശേഷം ശരീരത്ത് അവര് ബേബി ലോഷനൊക്കെ തേക്കുന്നത് വളരെ കുറവാണ്. അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ കടുകെണ്ണ കയ്യിൽ തേച്ചിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ചെസ്റ്റിന്റെ ഭാഗത്തും ബാക്ക് ഭാഗത്തുമായിട്ട് തേച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആ ഒരു ശരീരത്തെ കഫമൊക്കെ അലിയുന്നതിനും നെഞ്ചത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫങ്ങളെ അലിച്ചു മാറ്റുന്നതിനായിട്ടൊക്കെ സഹായിക്കും. അമ്മമാരുടെ ഒരു സംശയമാണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിച്ചതിന് ശേഷം രാസ്നാദി പൊടി വെച്ചു കൊടുക്കുന്നത് നല്ലതാണോ എന്നുള്ളത് ചോദിക്കും. അത് കണ്ടിന്യൂ ജീവിതകാലം മൊത്തം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്റെ മകൾക്ക് മൂത്ത ആൾക്ക് അതായത് പ്രസവിച്ചു കഴിഞ്ഞ് കുളിപ്പിച്ചതിന് ശേഷം നെറുകയിൽ വെള്ളം താരാതിരിക്കുന്നതിന് വേണ്ടി പഴമക്കാർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഉച്ചിയിൽ രാസ്നാദിപ്പൊടി വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു കുഞ്ഞിന്. പക്ഷെ നമ്മൾ 3 മാസം കഴിഞ്ഞ് പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത സാധനം കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ മാറ്റിവെച്ചു. പക്ഷെ കുഞ്ഞിനൊരു കുഴപ്പം തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കുഞ്ഞിന്റെ കഫക്കെട്ട് മാറ്റുന്നതിനായിട്ടും ഈ ഒരു കടുകെണ്ണ കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സഹായിക്കുകയും ചെയ്തു. പിന്നെ കുഞ്ഞിന് നല്ല നിറം വെക്കുന്നതിനായിട്ട് കുഞ്ഞിന് ഈ ഒരു തേങ്ങാപ്പാൽ കൊണ്ട് സഹായിച്ച് നല്ലൊരു വെയിറ്റ് വെക്കുകയും കൂടി ചെയ്യും ഈ തേങ്ങാപ്പാൽ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട്. കാരണം കുഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ 1,900 എന്ന കുഞ്ഞ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് നല്ല ശരീരം ആരോഗ്യത്തോടുകൂടി വന്നു. അടുമ്പം വെയിലടിക്കുമ്പോൾ ചുമക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു കളറായിട്ട് മാറുകയും കൂടി ചെയ്ത്. കാരണം ഞാൻ അതിശയപ്പെട്ടൊരു കാര്യമാണ്. കാരണം പാല് കൊണ്ടിട്ടുള്ള ആ ഒരു ചെയ്തപ്പോൾ തന്നെ കുഞ്ഞിന്റെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഊർജവും കുഞ്ഞിനൊരു ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിച്ച്. അടുത്ത 2ാമത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എന്റെ 2ാമത്തെ മകളിലാണ്. എനിക്ക് 2 ഏഞ്ചൽസ് ആണ് ഉള്ളത്. 2ാമത്തെ മകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മുടെ പഞ്ചാബിന്റെ ഒക്കെ രീതിയിലുള്ള
രീതി എന്ന് പറയുന്നത്. അവർ മകളെ നോർമലായിരുന്നു ആ ഒരു ഡെലിവറിയും കൂടി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് നിങ്ങളോട് ആ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് അടുത്ത നാളെ ഞാൻ പ്രസവിച്ചതിന് ശേഷം രാവിലെ പ്രസവിച്ചു, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞ് പിറ്റേ ദിവസം കുഞ്ഞിന് അവൾക്ക് 2,200 ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പിറ്റേ ദിവസം കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇട്ടത്. കുഞ്ഞ് രണ്ടാമത്തെ മകളെ അവിടുത്തെ ദീദി എന്ന് പറയുന്ന ആ ദീദിക്ക് വെച്ചിരുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ചൂടടിക്കുന്ന രീതിയിലുള്ള ഒരു ടവൽ, അതായത് നല്ല കമ്പിളി തുണിക്കാത്ത ടവലിന്റെ പൊതിഞ്ഞ് നല്ല രീതിയിൽ വെക്കുമായിരുന്നു. വെച്ചിട്ട് അവര് കുഞ്ഞിന് പാൽ കൊടുക്കാൻ മാത്രമായിട്ട് എടുക്കാവുള്ളൂ, അല്ലാതെ അതിനകത്തൊന്നും എടുക്കുകയേ ചെയ്യരുന്നായിരുന്നു പറഞ്ഞത്. അതെന്താണെന്ന് പിന്നാണ് എനിക്ക് അവർ പറഞ്ഞു തന്നത്. കുഞ്ഞിന് അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് പോലെ ഈ ഒരു ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ നമ്മൾ മുന്നേ ആ ഒരു ചൂട് കിട്ടി കുഞ്ഞിന്റെ എല്ലുകൾക്ക് ബലം കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഈ പഞ്ചാബികളെയൊക്കെ ഇടിക്കാനൊക്കെ പോകുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യമാണ്, ശരീരത്തിന്റെ എല്ലുകൾക്കൊക്കെ നല്ല ബലമുള്ളതാണ്. ചെയ്തതെന്ന് വെച്ചാൽ കുളിപ്പിക്കുന്ന കാര്യത്തിലേക്ക് പോകാം. കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ആട്ടിൻ നെയ്യാണ് കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാനായിട്ട് കൊടുത്തത്. പക്ഷെ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഏറ്റവും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ നല്ല നിറം വെക്കുന്നതിനായിട്ട് സഹായിക്കും. നിങ്ങൾ കാണുകയും മാത്രം തേച്ച് കുഞ്ഞിനെ ഇത്ര മണിക്കൂർ, അതായത് 1.5 മണിക്കൂർ കിടക്കും. അതിനകത്ത് കിടന്ന് പെടുക്കുകയോ എല്ലാം ചെയ്താൽ പോലും എടുക്കരുത്. പാല് കൊടുക്കേണ്ട, കാരണം കുഞ്ഞ് ഇത് കിടന്ന് കരഞ്ഞ് നല്ലോണം വിശക്കും. ഒരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് പാൽ കൊടുക്കുകയാണെങ്കിൽ നല്ലോണം പാൽ കുടിക്കും. കുഞ്ഞ് നല്ലോണം കിടന്ന് ഉറങ്ങുകയും കൂടി ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഒക്കെ വെച്ച് നല്ല എടുക്കാൻ പോലും പറ്റാതെ നമുക്ക് കാണുമ്പോൾ തന്നെ. പക്ഷെ ഈ ഒരു രീതി ചെയ്തത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ശരീരത്തിന്റെ എല്ലുകൾക്ക് ബലവും നല്ല ആരോഗ്യത്തോടു കൂടി എന്റെ കുഞ്ഞിനെ കിട്ടാനായിട്ട് പറ്റി. കാഴ്ചയിൽ തന്നെ നല്ല വണ്ണവും ഒന്നും അത്ര ഇല്ലെങ്കിൽ തന്നെയും ആള് നല്ല പൂർണ്ണ ആരോഗ്യവതിയാണ്. അതാണ് ഈ ഒരു ആട്ടിൻ നെയ്യുടെ ഗുണം. കുഞ്ഞിനെ പിന്നെ നല്ല നിറം വെക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇന്ന് വരെയും ആ ഒരു നിറത്തിന്, അതായത് ഇപ്പൊ 5 വയസ്സാകുമ്പോൾ നിറത്തിനൊരു മങ്ങലും സാധിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾക്ക്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ നിറങ്ങളൊക്കെ മങ്ങാറുണ്ട്. പക്ഷെ ഇതുകൊണ്ട് തന്നെ ആട്ടിൻ നെയ്യുടെ ഗുണവും. പിന്നെ അടുത്തതായി അവർ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട, നമ്മൾ പറയും നാടൻ മുട്ട തന്നെ വേണം എന്ന് പറയും. പക്ഷെ ബോയിലർ മുട്ട വെച്ചിട്ട് മുട്ടയുടെ ചുമന്ന കരുവും വെള്ളക്കരുയുടെ സമം മിക്സ് ചെയ്തിട്ട് കുഞ്ഞിന്റെ ശരീരത്തേക്ക് തേച്ചു പിടിപ്പിക്കും. തേച്ചു പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ജസ്റ്റ് ഒരു വലിവൊക്കെ പോലെ തോന്നും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോഴൊന്നും ശരീരത്തിന്റെ എല്ല് നമ്മുടെ മാംസത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലുകൾക്ക് ബലം നൽകാനായിട്ട് സഹായിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 3 മാസമായ കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ എന്തായാലും മുട്ടയൊന്നും കൊടുക്കാൻ തന്നെ നമുക്ക് പറ്റത്തില്ല. ഇതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടെടുക്കാനും രോഗപ്രതിരോധ ശക്തി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതിനായിട്ട് സഹായിക്കുകയും കൂടി ചെയ്യും. കാരണം അവിടെയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രസവിച്ചതിന് നേരെ വരുന്ന ഭർത്താവിന്റെ വീട്ടിലുണ്ടാവും. ഭർത്താവിന്റെ അമ്മായിമ്മയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അവരെ കുഞ്ഞുങ്ങളെ പരിചരിക്കുകയും നല്ലോണം, അതായത് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ശരീരത്തിന് നല്ല ആരോഗ്യത്തോടും നല്ല വെളുവള കിട്ടുന്നത് കൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുന്നതിന് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് ഇതുപോലൊക്കെ ചെയ്തു നോക്കുവാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഈ കഫക്കെട്ടുണ്ടല്ലോ, കഫക്കെട്ട് നമ്മുടെ ഈ നെഞ്ചത്തിരുന്നുകൊണ്ട് വലിവ് പോലെ വന്നിട്ട് നമ്മൾ ആവി കൊടുക്കാനൊക്കെ പോകുന്ന രീതി, അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഈ ഞാൻ പറഞ്ഞ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മെയ് ജൂണൊക്കെ അവിടെ നല്ല ചൂടുള്ള സമയമാണ്. ആ സമയത്ത് പോലും ഇതേപോലായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഇന്നും ആരോഗ്യം പടച്ചവൻ ഇന്നു വരെയും ഒരു കുഴപ്പവും കൂടാതെ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഇതേപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുന്നതിനും കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും നല്ല നിറവും ഒക്കെ വെക്കുന്നതിനായിട്ട് സഹായിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത് നമ്മുടെ കഫക്കെട്ട് ശല്യമൊക്കെ മാറ്റുന്നതിനായിട്ട് കുറച്ച് ഫുഡുകളൊക്കെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ചെയ്ത് മാറ്റിയെടുത്തത് എങ്ങനെയാണെന്നൊക്കെയുള്ള നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അത് കണ്ടു നോക്കുകയും കൂടി ചെയ്യണം. നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല സൗന്ദര്യത്തോടു കൂടിയും ലൈഫ് മൊത്തവും കൊണ്ട് നടക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.